ഇന്നൊരു മിനി ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് താഴത്തെ ഫ്ലോർ ഫുള്ള് നോക്കിയിട്ട് എനിക്കൊന്നും അങ്ങോട്ട് പറ്റിയില്ല. ഫുള്ള് കോട്ട് സെറ്റ് അതേപോലെ ബനിയൻ ടൈപ്പ് ഡ്രസ്സായിരുന്നു. ഞാൻ ഒരു ഷർട്ട് മോഡലാണ് നോക്കുന്നുണ്ട്, അത് സെക്കൻഡ് ഫ്ലോറിലുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നോക്കിയിട്ട് നമുക്ക് പറ്റിയ രണ്ടെണ്ണം എടുത്തു. പിന്നെ നമ്മൾ ബാക്കി അവിടെ കുറേ പുതിയ ഐറ്റംസ്, ഇയറിങ്സ്, അങ്ങനെ ആംഗ്ലറ്റ്സ്, ചെയിന്, അങ്ങനെ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു ആംഗ്ലറ്റ് എടുത്തു. പക്ഷേ 2 ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ബാക്കിലുണ്ടാവും, 4 എണ്ണം ഉണ്ടാവും എന്നൊക്കെ. വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ഓരോന്ന് വെച്ചിട്ടേ ഉള്ളൂ. അതിനി എങ്ങനെ യൂസ് ആക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. രണ്ട് കാലം ഓരോന്ന് വെച്ച് ഇടുകയാണോ അതോ ഒറ്റ കാലം ഇടുന്നതാണോ എന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി. കുട്ടിക്ക് എനിക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സിൻ്റെ സെലക്ഷൻ ഭയങ്കര കുറവായിരുന്നു. പിന്നെ നമ്മൾ ഒരു 2-3 എണ്ണം എടുത്തൊന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ എനിക്കുള്ള ഡ്രസ്സ് നോക്കിയപ്പോഴും നമ്മൾ കണ്ട് ശീലിച്ച പാറ്റേൺ അല്ലാണ്ട് പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിൻ്റെ സൈസ് ചെറുതോടില്ലായിരുന്നു. പിന്നെ നേരെ നമ്മൾ ബേബി ഗേൾസിന് അടിപൊളി കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ബേബി ഗേൾ അല്ലാത്തതുകൊണ്ട് അത് ജസ്റ്റ് നോക്കിയിട്ട് നേരെ കുട്ടിക്ക് ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയൽ റൂമിൽ പോയി. പിന്നെ അങ്ങനെ അവൻ്റെ ട്രയലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 2 ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മളത് കൺഫേം ആക്കി. പിന്നെ ഞാനിവിടെ കുറച്ച് സൈസ് വലുതാണ് എടുത്തത്. കൊറിയൻ സ്റ്റൈലൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അവൻ നേരെ ഷൂ വേണമായിരുന്നു, അപ്പോൾ അതുപോലെ ക്യാപ്പ് വേണമായിരുന്നു. അപ്പോൾ അടുത്തുള്ളൊരു ഫുട്വെയർ ഷോപ്പിൽ കയറി. അവിടെയും ഞാൻ വിചാരിച്ച ഐറ്റംസ് കിട്ടിയില്ല. പിന്നെ ഒരെണ്ണം കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.